ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കിഡിലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് രാവിലെ ചായയുടെ കൂടിയും അല്ല വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും ഇനി രാത്രി നമുക്ക് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സമയം എടുക്കില്ല, ഒരുപാട് സാധനങ്ങളും നമുക്കിതിനായിട്ട് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ ഉറപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ അര കപ്പ് റവ എടുക്കാം കേട്ടോ. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്, അര കപ്പേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അര കപ്പ് റവ വെച്ചിട്ട് നമുക്കിത് ആ ഒരു വലുപ്പത്തിലുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അര കപ്പ് റവ ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് മുകൾ ഭാഗത്ത് ഊറിക്കെടുക്കുന്ന ആ ഒരു വെള്ളം മാത്രം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്ത ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ കേട്ടോ, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അര കപ്പ് റവയെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് മാത്രം മതിയാവും. അതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. വലിയ പീസൊന്നും വേണ്ടിയില്ല, ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ നിന്ന് വെള്ളം അങ്ങ് വന്നോളും. അപ്പോൾ നന്നായിട്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ നന്നായിട്ട് അരച്ചെടുത്ത ഈ ഒരു മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളമൊക്കെ നമ്മൾ കൂടി പോകാതെ നോക്കുക. ആദ്യം നമ്മൾ റവ സോക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന വെള്ളം മൊത്തം അങ്ങ് ഊറ്റിക്കളയാം കേട്ടോ. താഴ്ഭാഗത്ത് നമ്മൾ റവയുടെ കൂടെയുള്ള വെള്ളം മാത്രം മതി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടേ. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പും അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് 1-2 പച്ചമുളക്, നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിത് ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിതാ ഒരു ആവി കയറ്റുന്നൊരു പാത്രം അപ്പച്ചൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്കിത് മാവ് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. ഒരു 1-1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗീ എടുക്കാം കേട്ടോ. ഗീ ആയാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ ഗീയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം എന്നുള്ളത് ആ രീതിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 15 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. 15 മിനിറ്റ് മാത്രം മതിയാവും. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ളൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണും നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും കൂടി വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം. നമ്മളിത് മിക്സ് ആക്കി എടുക്കാൻ ഇതിലേക്ക് വെള്ളമൊന്നും വയ്ക്കുന്നില്ലേ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഒന്ന് ചൂട് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂണോ കത്തിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിച്ചിട്ട് ഇതിനിങ്ങനെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്ന് പൊന്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലേക്ക് അങ്ങ് വന്നോളൂ. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് ആദ്യം തന്നെ നമുക്ക് ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം നന്നായിട്ട് ആ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡും കൂടി നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ തേക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു ഫ്രൈ പാനിലോട്ട് മാറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനെ. അത് അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് കളർ മാറി വരട്ടെ. ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്കിത് ഈ ഒരു സൈഡും കൂടി ഈ ഒരു മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഓയിലും ഒന്നും ഒഴിക്കുന്നില്ല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ഇത് മസാല മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വെളിച്ചെണ്ണ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡൊന്ന് കളറൊന്ന് മാറി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ആ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം. ഒരുപാട് സമയം വെക്കേണ്ടിയില്ല. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡും കൂടി ഒന്ന് അങ്ങതുപോലെ ആയിക്കഴിഞ്ഞാൽ മാത്രം മതി. ഒരു പാത്രത്തിലേക്ക് നമുക്ക് അപ്പം തന്നെ അത് മാറ്റി കൊടുക്കാം. ഒരുപാട് സമയം വെച്ചിട്ട് കരിച്ചെടുക്കേണ്ടതില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിക്കാണ് കട്ട് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് ആ രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കുന്നതാണെങ്കിൽ രണ്ടാൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. നമ്മൾ 1/2 കപ്പ് റവ എടുത്തിട്ടുള്ളൂ. ആ ഒരു 1/2 കപ്പ് റവ വെച്ചിട്ട് നമുക്ക് 2 പേർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാനുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിന് സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.